ഞങ്ങൾ ഒരിടം വരെ പോവാണ്. വേറെ എവിടേക്കുമല്ല, എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് അവിടെ ഭുവനേശ്വരി പൂജയാണ്. പലരും ഈ ഭുവനേശ്വരി പൂജ എന്താണെന്നറിയാത്തവരാണ്. അപ്പോൾ എനിക്ക് തോന്നി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ അകത്തേക്ക് പോയപ്പോൾ എല്ലാവരും തിരക്കിലാണ്. പൂജയ്ക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം, അതുപോലെ ദോശ ഉണ്ടാക്കാനുള്ള ചട്ടി ഉരച്ചുകൊണ്ടിരിക്കുകയാണ് മനുവേട്ടൻ. ഒരു ഭാഗത്ത് ചിക്കൻ റെഡിയാക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ പണി മലരിൽ നിന്ന് നെല്ലെടുത്ത് കളയാന്നുള്ളതായിരുന്നു. ഇത് നമുക്ക് പൂജയ്ക്ക് കൊടുക്കാനുള്ള ദോശ ഉണ്ടാക്കാനുള്ള മാവാണ്. അങ്ങനെ കുട്ടേട്ടൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. കുട്ടേട്ടൻ അതിൽ എക്സ്പേർട്ടാണ്. കാരണം വെല്ലിച്ചിന് പണ്ട് ചായക്കടയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വാസന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൂജയ്ക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് ചുമ്മാ ഒന്ന് നടന്നു നോക്കി. ഇത് കള്ളാണ് കേട്ടോ. അതിന്റെ ഐതിഹ്യം ഞാൻ മെല്ലെ പറഞ്ഞു തരാം. പൂവ് ഇതിന് ധാരാളം വേണം. ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശി. ഇതാണ് മുരളി മാമ, ഞങ്ങളുടെ ബന്ധുവാണ്. ആള് ഭുവനേശ്വരി പൂജയ്ക്കൊക്കെ പോകുന്ന ആളാണ്. അങ്ങനെ മാമ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോഴാണ് ഒരു അടിപൊളി കാഴ്ച കണ്ടേ. എൻ്റെ മോനും ഏട്ടൻ്റെ കുട്ടിയും കൂടെ അവിടെ ഗംഭീര മേളം കൊട്ടിലായിരുന്നു. കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ പൂർവികമായി നമ്മുടെ സ്ഥലത്തിന്റെ കാവൽക്കാരാണത്രേ. കുടുംബത്തിൽ വന്ന് നമ്മളെ സംരക്ഷിക്കുന്നവരാണ്. നമുക്ക് അനിഷ്ടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ അവരെ കാവല് കുടിയിരുത്തിയേക്കാണെന്നാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. തറ കെട്ടി അവരെ അതിൽ പ്രതിഷ്ഠിച്ച് വിളക്ക് വെച്ച് നെല്ല്, അരി, അവിൽ, മലർ, ശർക്കര, വെള്ളരി വെച്ച് ഇതൊക്കെയാണ് പൂജവിധികളുടെ തുടക്കം. ആദ്യം ഗുരുവിനെ സങ്കല്പിച്ച് ഗുരുപൂജ ചെയ്യുന്നു. നമുക്ക് ആരാണോ നിർദ്ദേശം തരുന്നത് ആ ഗുരുക്കന്മാരെ നമ്മൾ പൂജിക്കുന്നു. അത് കഴിഞ്ഞ് ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് കുട്ടിച്ചാത്തനാണെങ്കിൽ കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടിയാണെങ്കിൽ കരിങ്കുട്ടി, അവരെ ആവാഹിച്ചിരുത്തി അവർക്കൊരു പൂജ. ആ പൂജയോടുകൂടി കളപൂജയുണ്ട്. കളപൂജയ്ക്ക് കൃഷ്ണപ്പൊടി, അരിപ്പൊടി, മഞ്ഞപ്പൊടി, പച്ചപ്പൊടി, ചുവന്ന പൊടി, ഈ 5 കൂടി കലർന്നതാണ് ശാർത്തിക പത്മം എന്നാണ് ഇതിനെ പറയുക. ഈ കളം പൂജ എന്ന് പറയുന്നത് 16 കള്ളിയായിട്ടാണ്. അതിന് അത്രയും പ്രസക്തിയുണ്ട്. ഈ കളങ്ങൾ ഉത്തമത്തിലും അധമത്തിലും വരുന്നുണ്ട്. നടുക്കിലെ ഈ 4 കള്ളി ഉത്തമത്തിലായിട്ടും 4 പുറം വരുന്നത് അധമത്തിലായിട്ടുമാണ് കാണുന്നത്. പിന്നെ ഈ 16 കള്ളി എന്ന് പറയുന്നത് നമ്മുടെ രാശിയുടെ ഫലമാണ്. അത് കഴിഞ്ഞാൽ കോഴിയെ അറുത്ത് ചോര കൊടുക്കുക എന്ന ചടങ്ങ് കൂടെ ഉണ്ട്. ഈ കരിങ്കുട്ടിക്ക് ഏറ്റവും പ്രിയമുള്ള സാധനങ്ങളാണ് കള്ള്, തവിട്, പന്തം, ചോര എന്നത്. അത് കിട്ടിയാൽ മാത്രമാണ് അവർ പ്രീതിപ്പെടുകയുള്ളൂ. ഈ കോഴിയെ അറുത്ത് ആ തല വീഴുന്നത് ഒരു ഐതിഹ്യമുണ്ട്. ഉത്തമായിട്ട് കിഴക്കോട്ട് കിടക്കാം, പിന്നെ വേണേൽ കിടക്കാം തെക്കോട്ട്, ആവാം പടിഞ്ഞാട്ട്, അരുത് വടക്കോട്ട്. വടക്കോട്ട് വീണാൽ പറയ ലക്ഷണം മരണം കാണുന്നുണ്ട് എന്നൊക്കെയാണ്. ഇത് കഴിഞ്ഞാൽ അറുത്ത കോഴിയെ കറി വെച്ച നിവേദ്യമുണ്ട്. ആ നിവേദ്യം കഴിഞ്ഞ് കർപ്പൂരം കത്തിച്ച് എല്ലാവരും തൊഴുത് പൂവിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ പ്രീതിക്കും ദോഷങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതോടെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന അനിഷ്ടങ്ങളൊക്കെ ഒഴിവായി കിട്ടും. നമ്മുടെ കുടുംബത്തിന് ശരിക്കും ഐശ്വര്യം വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അകത്തുപൂജ എന്ന് പറയും. അത് ഭുവനേശ്വരി പൂജയാണ്. എല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തി ഭുവനേശ്വരിക്ക് കൊടുത്തിട്ടാണ് കാർന്നന്മാർക്ക് കൊടുക്കുക. ആദ്യം ഗണപതി പൂജ, അത് കഴിഞ്ഞ് ഭദ്രകാളി, ഭുവനേശ്വരി, അങ്ങനെ 2ആയി കൊടുക്കും. അത് കഴിഞ്ഞാൽ മൺമറഞ്ഞു പോയ കാർന്നന്മാർക്ക് വേണ്ടി ഒരു പൂജയുണ്ട്. സമയം 11:30ആയി. എല്ലാവരും ഉറക്കൊഴിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഭഗവതിക്ക് ഗുരുതി പൂജയുണ്ട്. ഗുരുതി ആടിയതിനു ശേഷം അകത്തുപോയി ദേവി മഹാത്മ്യം ഫുൾ വായിച്ച് പൂവിട്ട് ഭഗവതിയെയും കാർന്നന്മാരെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് ദക്ഷിണ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചു. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പാടൂ. അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയി.